നമുക്ക് കേരള ഹിസ്റ്ററിയുടെ സെക്കൻഡ് വീഡിയോയിലേക്ക് പോകാം. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഡൈനാസ്റ്റിയെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ തെക്കൻ പ്രദേശത്ത് ആദ്യമായിട്ട് വന്ന ഏറ്റവും ആദ്യത്തെ ഭരണകർത്താവായിരുന്നു കിങ്ഡം. ഇതിൻ്റെ ആദ്യ തലസ്ഥാനം പൊടിയിൽ മൗണ്ടെയിൻ അല്ലെങ്കിൽ ഐക്കുടി എന്ന സ്ഥലത്തായിരുന്നു. അതിൻ്റെ പിന്നെയുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാനം വിഴിഞ്ഞം ആയിരുന്നു. ഇതിൻ്റെ രാജമുദ്ര ഒരു ആനയുടെ ഫോട്ടോ ആണ്. പിന്നെ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിക്കൊന്നയാണ്. ഇവരുടെ പ്രധാന ദേവത എന്ന് പറയുന്നത് ശ്രീ പത്മനാഭനായിരുന്നു. ടോളമി ഈ ഡൈനാസ്റ്റിയെ വിളിച്ചിരുന്ന പേര് അയോയി എന്നുള്ള പേരിലായിരുന്നു. ഇവരുടെ ബൗണ്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് ഭാഗത്ത് തിരുവല്ല തൊട്ട് തെക്ക് ഭാഗത്ത് നാഗർകോവിൽ വരെയായിരുന്നു. നമ്മൾ കുറേ എപ്പിക്കുകളെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുരാണനൂറ്, അകനൂറ്, പതിറ്റുപാട്ട് എന്നൊക്കെ കേരളത്തിലെ സംഘം ലിറ്ററേച്ചറുകൾ. അതിൽ പുരാണനൂറിൽ ഈ ഡൈനാസ്റ്റിയെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവർ യാദവ കുലത്തിലുള്ള ആൾക്കാരാണ് ഈ ഡൈനാസ്റ്റിയിൽ വരുന്നത്. ഈ ഡൈനാസ്റ്റിയുടെ ഭരണകർത്താക്കളിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അന്തിരൻ. അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന പേര് ലോർഡ് ഓഫ് പൊടിയിൽ മൗണ്ടെയിൻ എന്നായിരുന്നു. അതായത് ഡൈനാസ്റ്റിയുടെ ആദ്യത്തെ ക്യാപിറ്റൽ പൊടിയിൽ മൗണ്ടെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടുത്തെ ലോർഡ് ഓഫ് പൊടിയിൽ മൗണ്ടെയിൻ എന്നുള്ള പേരിലായിരുന്നു അന്തിരൻ അറിയപ്പെട്ടിരുന്നത്. ആർട്ടിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്തിരുന്നൊരു ആളായിരുന്നു. പാർത്ഥിവശേഖരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വേറൊരു റൂളർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കരുണനന്ദകൻ എന്നായിരുന്നു. കരുണനന്ദകൻ എന്ന പേരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പാർത്ഥിവശേഖരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കരുണാനന്ദകനാണ് ഐക്കുടിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് തലസ്ഥാനം മാറ്റിയത്. ഡൈനാസ്റ്റിയുടെ കാലത്ത് ഫേമസ് ആയിട്ടുണ്ടായിരുന്ന 2 പഠന കേന്ദ്രങ്ങളായിരുന്നു. ഒന്ന് പാർത്ഥിവശേഖരപുരവും കാന്തല്ലൂർ ശാലയിനെ പിന്നെ പ്രധാനമായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് തെക്കിൻ്റെ നളന്ദ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ തെക്കിൻ്റെ നളന്ദ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കാന്തല്ലൂർ ശാലയും ഡൈനാസ്റ്റിയും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഡൈനാസ്റ്റിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള പഠന കേന്ദ്രമാണ് കാന്തല്ലൂർ ശാല. ഭരണകാലത്ത് ഭരിച്ചിരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജാവായിരുന്നു ടിറ്റിയാൻ എന്ന രാജാവിന് കൊടുത്തിരുന്ന വേറൊരു പേരാണ് പൊടിയിൽ സെൽവൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു കപിലാർ, പരണാർ എന്ന 2 പേര്. പാണ്ഡ്യരാജാവായിരുന്ന മരഞ്ചടയൻ രാജ്യം ആക്രമിച്ചിരുന്നു എന്ന് കൊടുത്തിട്ടുള്ള ഒരു ശാസനമാണ് കഴുകുമലൈ ശാസനം. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ശാസനമാണ് കഴുകുമലൈ ശാസനം. രാജവംശത്തിൻ്റെ അവസാന രാജാവായിരുന്നു വിക്രമാദിത്യ വരഗുണ. അദ്ദേഹത്തിന് വേറൊരു പേരുള്ളതാണ് കേരള അശോക. ആ പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അങ്ങനെ കേരള അശോക എന്ന പേര് വിക്രമാദിത്യ വരഗുണയ്ക്ക് നൽകിയത് MGS നാരായണൻ ആണ്. രാജ്യത്തെക്കുറിച്ചും അവരുടെ രാജാക്കന്മാരെക്കുറിച്ചും കൊടുത്തിട്ടുള്ള ശാസനയാണ് പാലിയം കോപ്പർ പ്ലേറ്റ്. അത് വിക്രമാദിത്യ വരഗുണ പുറപ്പെടുവിച്ചതാണ്. ഈ രാജാക്കന്മാർ മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു പിന്തുടർന്നുകൊണ്ടിരുന്നത്. സംഘകാലഘട്ടത്തിൽ 3 തരം രാജവംശങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതൊന്ന് പറഞ്ഞു ഡൈനാസ്റ്റി അല്ലെങ്കിൽ രാജാക്കന്മാർ. പിന്നെ ഏഴിമല രാജാക്കന്മാരായിരുന്നു. ഏഴിമല രാജവംശത്തിന് മോഴിപ്പേയൂർ ദേശം, പുഴിനാട്, കൊങ്കണം അല്ലെങ്കിൽ മൂഷികശാല എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നു. അതൊരു പഴയകാല തമിഴ് രാജവംശമാണ്.
അതിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു ഏഴിമല കൊങ്കണം നന്നാൻ. ഈ മൂഷിക രാജാക്കന്മാരുടെ ക്യാപിറ്റലായിട്ട് അല്ലെങ്കിൽ തലസ്ഥാനമായിട്ട് അറിയപ്പെട്ടിരുന്നത് ഏഴിമലയാണ്. ഏഴിമല രാജവംശത്തിൽ രാജധർമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് ശ്രീകണ്ഠനാണ്. ഈ ഏഴിമല രാജവംശത്തിനെ എലിരാജ്യം എന്ന പേരിൽ വിളിച്ചിരുന്നത് മാർക്കോ പോളോ ആണ്. സംഘകാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സെൻട്രൽ റീജിയൻ, അതായത് മധ്യ കേരളം ഭരിച്ചിരുന്നത് ചേര രാജവംശമായിരുന്നു. ചേര രാജവംശത്തിൻ്റെ തലസ്ഥാനമായിട്ട് അറിയപ്പെട്ടിരുന്നത് വാഞ്ചി എന്ന സ്ഥലമായിരുന്നു. അവരുടെ റോയൽ എംബ്ലം അമ്പും വില്ലുമായിരുന്നു. അവരുടെ ആദ്യ രാജാവ് ഉത്തിയൻ ചേരലതൻ എന്ന ആളായിരുന്നു. കൊടുങ്ങല്ലൂരിലുള്ള കണ്ണകി ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് ചേര ഡൈനാസ്റ്റിയിലെ ചെങ്കുട്ടവൻ എന്ന രാജാവാണ്. അതുപോലെ തന്നെ ശിലപ്പതികാരത്തിലും കണ്ണകിയുടെ കഥകളിലൊക്കെ വന്നിട്ടുള്ള രാജാവ് ചെങ്കുട്ടവൻ രാജാവാണ്. അത് ചേര ഡൈനാസ്റ്റിയിലുള്ള ആളാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുലശേഖരന്മാർ. അതായത് ചേര രാജവംശത്തിന് ശേഷം, അതായത് കുലശേഖരവർമ്മൻ രാജാവിന് ശേഷം ചേര രാജവംശം അറിയപ്പെട്ടിരുന്നത് കുലശേഖരാസ് അല്ലെങ്കിൽ കുലശേഖരന്മാർ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ രാജവംശത്തിലെ രാജാവിനെ വിളിച്ചിരുന്ന പേര് പെരുമാൾ എന്നാണ്. ചേര എന്ന വാക്കിൻ്റെ അർത്ഥം കുന്നിൻ്റെ മുകളിലുള്ള രാജ്യം എന്ന അർത്ഥത്തിലാണ് ചേര എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സെക്കൻഡ് ചേര എംപയറിൻ്റെ തുടക്കക്കാരൻ അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ച ആളുടെ പേരാണ് കുലശേഖര ആൾവാർ അല്ലെങ്കിൽ കുലശേഖരവർമ്മൻ. കുലശേഖരവർമ്മൻ എന്ന ഈ രാജാവ് ഒരുപാട് കവിതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാവ്യങ്ങൾ എഴുതുന്ന ഒരാളായിരുന്നു. പെരുമാൾ തിരുമൊഴി എന്നൊരു കൃതി രചിച്ചിട്ടുണ്ട്, തമിഴ് ഭക്തി രസമുള്ള ഒരു കാവ്യം. അതുപോലെ തന്നെ അദ്ദേഹം വിഷ്ണു ഭക്തനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് ഒരു പേരിട്ടിട്ടുണ്ട് കേരള ചൂടാമണി എന്ന പേരിൽ അറിയപ്പെടുന്ന കുലശേഖര രാജാവ് കുലശേഖര ആൾവാർ ആയിരുന്നു. പിന്നെ മുകുന്ദമാല എന്ന് സംസ്കൃതത്തിൽ ഒരു കാവ്യം എഴുതിയിട്ടുണ്ട് കുലശേഖരവർമ്മൻ എഴുതിയ 2 നാടകങ്ങളായിരുന്നു തപതി സംവരണവും സുഭദ്രാധനഞ്ജയും. അദ്വൈത ഫിലോസഫറായ ശങ്കരാചാര്യരും ഇദ്ദേഹം ഒരേ കാലഘട്ടത്തിലുള്ള ആൾക്കാരായിരുന്നു. ചേര രാജാക്കന്മാരെക്കുറിച്ചുള്ള ആദ്യത്തെ ശാസനമാണ് വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ.